ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2026 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ 1 സാമുവൽ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം, ഹന്നായുടെ ഹൃദയം എന്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്? കർത്താവിൽ ആനന്ദിക്കുന്നു. ഹന്നായുടെ അധരം ആരെ പരിഹസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശത്രുക്കളെ. കർത്താവിൻ്റെ എന്തിൽ ഹന്ന ആനന്ദിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്? രക്ഷയിൽ. ആരെപ്പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല എന്നാണ് ഹന്ന പറഞ്ഞിരിക്കുന്നത്? കർത്താവിനെ പോലെ. ആരെപ്പോലെയാണ് സുസ്ഥിരമായ ഒരു ആശ്രയമില്ലെന്ന് ഹന്ന പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ദൈവത്തെ പോലെ. എങ്ങനെ മേലിൽ സംസാരിക്കരുത് എന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്? അഹന്തയോടെ. നിന്റെ നാവിൽ നിന്ന് എന്തു പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗർവ്. കർത്താവിനെ എങ്ങനെയുള്ള ദൈവം എന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്? സർവജ്ഞനായ ദൈവം. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ധനികനും ദരിദ്രനുമാക്കുകയും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതാര്? കർത്താവ്. കർത്താവ് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നത് ആരെയാണ്? ദരിദ്രനെ. കർത്താവ് ആരെയാണ് കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത്? അഗതിയെ. കർത്താവ് ദരിദ്രനെയും അഗതിയെയും ആരോടൊപ്പം ഇരുത്തിയാണ് ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നത്? പ്രഭുക്കന്മാരോടൊപ്പം. കർത്താവ് ആരെയെല്ലാമാണ് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നത്? ദരിദ്രനെയും അഗതിയെയും. കർത്താവ് ദരിദ്രനെയും അഗതിയെയും പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി എന്തിനാണ് അവകാശികളാക്കി മാറ്റുന്നത്? ഉന്നത സ്ഥാനങ്ങൾക്ക്. കർത്താവ് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത് എന്തിന്മേലാണ്? ഭൂമിയുടെ അടിത്തൂണുകളിൽ മേൽ. കർത്താവ് ആരുടെ പാദങ്ങളെയാണ് കാക്കുന്നത്? തൻ്റെ വിശ്വസ്തരുടെ. ദുഷ്ടന്മാർ എവിടെയാണ് ഉപേക്ഷിക്കപ്പെടുന്നത്? അന്ധകാരത്തിൽ. കർത്താവ് ആരെയാണ് ഛിന്നഭിന്നമാക്കുകയും അവർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുകയും ചെയ്യുന്നത്? പ്രതിയോഗികളെ. കർത്താവ് ആരുടെ ശിരസാണ് ഉയരുമാറാക്കുന്നത്? തൻ്റെ അഭിഷിക്തൻ്റെ. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോകുന്നത്? പുരോഹിതനായ ഏലിയുടെ. ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരും. ജനങ്ങളിൽ നിന്ന് പുരോഹിതന്മാർക്ക് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിക്കുന്ന നിയമം മാനിക്കാതിരുന്നതാര്? ഏലിയുടെ പുത്രന്മാർ. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ ആരാണ് പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നത്? പുരോഹിതൻ്റെ ഭൃത്യൻ. ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതൻ്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ എടുത്തിരുന്നത് ആർക്കു വേണ്ടിയായിരുന്നു? പുരോഹിതന് വേണ്ടി. എന്തു പാകം ചെയ്യുമ്പോഴാണ് പുരോഹിതൻ്റെ ഭൃത്യൻ പാത്രത്തിൽ മുപ്പല്ലി കൊണ്ട് കുത്തി അതിൽ കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നത്? ആരെങ്കിലും ബലിയർപ്പിച്ച മാംസം പാകം ചെയ്യുമ്പോൾ പുരോഹിതൻ്റെ ഭൃത്യൻ എന്തുകൊണ്ട് കുത്തിയാണ് അതിൽ നിന്ന് കിട്ടുന്നത് മുഴുവൻ പുരോഹിതന് വേണ്ടി എടുത്തിരുന്നത്? മുപ്പല്ലി കൊണ്ട്. ആരെങ്കിലും ബലിയർപ്പിക്കുന്ന മാംസത്തിൻ്റെ മേധസ് ദഹിപ്പിക്കുന്നതിന് മുൻപ് തന്നെ പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരിക എന്ന് പറഞ്ഞിരുന്നതാര്? പുരോഹിതൻ്റെ ഭൃത്യൻ. ആരെങ്കിലും ബലിയർപ്പിക്കുന്ന മാംസം എന്തു ചെയ്യുന്നതിന് മുൻപേ പുരോഹിതൻ്റെ ഭൃത്യൻ ബലിയർപ്പിക്കുന്നവരോട് പുരോഹിതന് വേണ്ടി പാകം ചെയ്യാൻ കുറേ മാംസം തരിക എന്നാണ് പറഞ്ഞിരുന്നത്? മേധസ് ദഹിപ്പിക്കുന്നതിന് മുമ്പ്. ബലിയർപ്പിക്കുന്നവനോട് പുരോഹിതൻ എന്ത് സ്വീകരിക്കുകയില്ല എന്നാണ് പുരോഹിതൻ്റെ ഭൃത്യൻ പറഞ്ഞിരുന്നത്? വേവിച്ച മാംസം. പുരോഹിതന് വേണ്ടി പുരോഹിതൻ്റെ ഭൃത്യൻ എങ്ങനെയുള്ള മാംസമാണ് ബലിയർപ്പിക്കുന്നവനോട് ആവശ്യപ്പെട്ടിരുന്നത്? പച്ച മാംസം. ആരെങ്കിലും ബലിയർപ്പിക്കുന്ന മാംസത്തിൻ്റെ മേധസ് ദഹിക്കുന്നതിന് മുൻപ് പുരോഹിതൻ്റെ ഭൃത്യൻ എടുക്കാൻ വരുമ്പോൾ തടസ്സം പറഞ്ഞാൽ അവർ പറയുന്ന മറുപടി എന്തായിരുന്നു? ഇപ്പോൾ തന്നെ വേണം, അല്ലെങ്കിൽ ഞാൻ ബലം പ്രയോഗിച്ചെടുക്കും. ആരുടെ പാപമാണ് ദൈവസന്നിധിയിൽ ഗുരുതരമായി തീർന്നു എന്ന് 1 സാമുവൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഏലിയുടെ പുത്രന്മാരുടെ. കർത്താവിനുള്ള അർച്ചനയെ ഏലിയുടെ പുത്രന്മാർ എങ്ങനെയാണ് വീക്ഷിച്ചത്? അശ്രദ്ധയോടെ. എന്തുകൊണ്ടുള്ള
വിശേഷ വസ്ത്രമാണ് സാമുവൽ ധരിച്ചിരുന്നത്, ചണനൂൽ കൊണ്ടുള്ള. സാമുവലിന് ചെറിയ ഉടുപ്പ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് ആര്? ഹന്ന. സാമുവലിന് ഹന്ന ചെറിയ ഉടുപ്പുണ്ടാക്കി കൊടുത്തിരുന്നത് എപ്പോൾ? ബലിയർപ്പിക്കാൻ ഭർത്താവിനോടൊത്ത് വർഷം തോറും പോകുമ്പോൾ. കർത്താവിന് സമർപ്പിച്ച സാമുവലിന് പകരം ഈ സ്ത്രീയിൽ നിന്ന് തന്നെ വേറെ സന്താനങ്ങളെ ദൈവം നൽകട്ടെ എന്ന് മാതാപിതാക്കളെ അനുഗ്രഹിച്ചതാര്? ഏലി. കർത്താവ് ഹന്നായെ കടാക്ഷിച്ചതിനാൽ സാമുവലിന് ശേഷം അവൾ ഗർഭം ധരിച്ച് എത്ര പുത്രിമാരെയും പുത്രന്മാരെയും പ്രസവിച്ചു? 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും. ആര് ഇസ്രായേൽ ജനത്തോട് ചെയ്ത കാര്യങ്ങളാണ് വൃദ്ധനായ ഏലി കേട്ടത്? തൻ്റെ പുത്രന്മാർ. എവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് പുത്രന്മാർ ശയിച്ചിരുന്ന വിവരമാണ് ഏലി അറിഞ്ഞത്. സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ. നിങ്ങളുടെ എന്തിനെപ്പറ്റി ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നു എന്നാണ് ഏലി മക്കളോട് പറഞ്ഞത്. ദുഷ്കൃത്യങ്ങളെപ്പറ്റി. മക്കൾ ചെയ്ത ദുഷ്കൃത്യങ്ങളെപ്പറ്റി അറിഞ്ഞ ഏലി മക്കളോട് പറഞ്ഞതെന്ത്? മക്കളെ, മേലാൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പറ്റി ആര് പറഞ്ഞ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ തീരെ നന്നല്ല എന്നാണ് ഏലി മക്കളോട് പറഞ്ഞത്. ദൈവജനം. കർത്താവിനോട് എന്തു ചെയ്താൽ ആര് മാധ്യസ്ഥം വഹിക്കുമെന്നാണ് മക്കളോട് ഏലി ചോദിച്ചത്. പാപം. ഏലി പറഞ്ഞത് മക്കൾ കേൾക്കാതിരുന്നതിന് കാരണം അവരെ കർത്താവ് എന്തു ചെയ്യാൻ നിശ്ചയിച്ചിരുന്നതിനാലാണ്. നശിപ്പിക്കാൻ. ബാലനായ സാമുവൽ ആരുടെയെല്ലാം പ്രീതിയിലാണ് വളർന്നു വന്നത്? കർത്താവിൻ്റെയും മനുഷ്യരുടെയും. കർത്താവിന് ഏലിയോട് പറയേണ്ട കാര്യങ്ങൾ അറിയിച്ചതാര്? കർത്താവ് അയച്ച ഒരാൾ. ആരുടെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തിയെന്നാണ് കർത്താവ് പറഞ്ഞത്? ഏലിയുടെ പിതാവിൻ്റെ കുടുംബം. ഏലിയുടെ പിതാവിൻ്റെ കുടുംബം എവിടെ ഫറവോയുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോഴാണ് ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തിയതെന്നാണ് കർത്താവ് പറഞ്ഞത്? ഈജിപ്തിൽ. ഏലിയുടെ പിതാവിൻ്റെ കുടുംബം ഈജിപ്തിൽ ആരുടെ ഭവനത്തിൽ അടിമയായിരിക്കുമ്പോഴാണ് ഞാൻ അവർക്ക് എന്നെ തന്നെ വെളിപ്പെടുത്തിയതെന്നാണ് കർത്താവ് പറഞ്ഞത്? ഫറവോയുടെ ഭവനത്തിൽ. എന്തിനെല്ലാം വേണ്ടിയാണ് കർത്താവ് തൻ്റെ പുരോഹിതനെ തിരഞ്ഞെടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തൻ്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും തൻ്റെ മുമ്പിൽ എഫോദ് ധരിക്കാനും. കർത്താവിൻ്റെ ബലിപീഠത്തെ സമീപിക്കാനും ധൂപാർപ്പണം നടത്താനും കർത്താവിൻ്റെ മുമ്പിൽ എഫോദ് ധരിക്കാനും വേണ്ടി ആരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? പുരോഹിതനെ. ആര് ദഹനബലിക്ക് അർപ്പിച്ചതെല്ലാം ഏലിയുടെ പിതാവിൻ്റെ ഭവനത്തിന് ഞാൻ കൊടുത്തു എന്നാണ് കർത്താവ് പറഞ്ഞത്? ഇസ്രായേൽ മക്കൾ. ഇസ്രായേൽ മക്കൾ എന്തിനു വേണ്ടി അർപ്പിച്ചതെല്ലാമാണ് ഏലിയുടെ പിതൃഭവനത്തിന് കർത്താവ് കൊടുത്തത്? ദഹനബലിക്ക്. എന്തുകൊണ്ടാണ് എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള ബലികളെയും കാഴ്ചകളെയും നീ ആർത്തിയോടെ നോക്കുന്നത് എന്ന് ആരോടാണ് കർത്താവ് ചോദിച്ചത്? ഏലിയോട്. എനിക്ക് അർപ്പിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള എന്തിനെയെല്ലാമാണ് നീ ആർത്തിയോടെ നോക്കുന്നത് എന്നാണ് ഏലിയോട് കർത്താവ് ചോദിച്ചത്? ബലികളെയും കാഴ്ചകളെയും. നിങ്ങൾ എൻ്റെ ജനം എനിക്കർപ്പിക്കുന്ന സകല ബലികളുടെയും ഡാഷ് തിന്നുകൊഴുത്തു എന്നാണ് ഏലിയോട് കർത്താവ് പറഞ്ഞത്. വിശിഷ്ട ഭാഗം. എന്നേക്കാൾ കൂടുതൽ നീ ആരെ ബഹുമാനിക്കുന്നതെന്ത് എന്നാണ് കർത്താവ് ഏലിയോട് ചോദിച്ചത്? നിൻ്റെ മക്കളെ. ആരെല്ലാം എനിക്ക് നിത്യവും ശുശ്രൂഷ ചെയ്യുമെന്നാണ് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് കർത്താവ് പറഞ്ഞത്? ഏലിയുടെയും പിതാവിൻ്റെയും കുടുംബം. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. ആരുടെ വാക്കുകൾ? കർത്താവിൻ്റെ. നിൻ്റെയും നിൻ്റെ പിതൃകുടുംബത്തിൻ്റെയും ശക്തി ഞാൻ എപ്രകാരം ക്ഷയിപ്പിക്കുന്ന ദിവസം ഇതാ അടുത്തിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. വാർദ്ധക്യത്തിലെത്താൻ ആർക്കും ഇടയാകാത്ത വിധം. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ എപ്രകാരമായിത്തീരുമെന്നാണ് ഏലിയോട് കർത്താവ് പറഞ്ഞത്. അസ്വസ്ഥരും അസൂയാലുക്കളും. ഇസ്രായേൽ ജനത്തിൽ മറ്റുള്ളവർക്ക് കർത്താവ് നൽകുന്ന എന്ത് കണ്ട് നിങ്ങൾ അസ്വസ്ഥരും അസൂയാലുക്കളുമാകുമെന്നാണ് കർത്താവ് അയച്ച ഒരാൾ ഏലിയോട് പറഞ്ഞത്? അനുഗ്രഹങ്ങൾ. നിന്റെ കുടുംബത്തിൽ എങ്ങനെയുള്ളവരായി മേലിൽ ആരും ഉണ്ടാവുകയില്ല എന്നാണ് ഏലിയോട് പറഞ്ഞത്. പ്രായം ചെന്നവരായി. നിങ്ങളിൽ ഒരുവനെ
എവിടെ നിന്ന് ഞാൻ വിച്ഛേദിക്കുകയില്ല എന്നാണ് ഏലിയോട് കർത്താവ് പറഞ്ഞത്. എൻ്റെ ബലിപീഠത്തിൽ നിന്ന്. കണ്ണീരുകൊണ്ട് അവൻ്റെ കാഴ്ച മങ്ങുകയും ഹൃദയം ഉരുകുകയും ചെയ്യും. ആരുടെ? തൻ്റെ ബലിപീഠത്തിൽ നിന്ന് കർത്താവ് വിച്ഛേദിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരുവൻ്റെ. നിന്റെ സന്താനങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഏലിയോട് കർത്താവ് പറഞ്ഞത്? വാളിനിരയാകും. ഏലിയുടെ പുത്രന്മാരായ ആരെല്ലാമാണ് ഒരേ ദിവസം തന്നെ മരിക്കുമെന്ന് ഏലിയോട് പറഞ്ഞത്? ഹോഫ്നിയും ഫിനെഹാസും. കർത്താവിന് വേണ്ടി എങ്ങനെയുള്ള ഒരു പുരോഹിതനെ കർത്താവ് തന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് ഏലിയോട് പറഞ്ഞത്? വിശ്വസ്തനായ പുരോഹിതനെ. കർത്താവിന് വേണ്ടി കർത്താവ് തന്നെ തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ എങ്ങനെ പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച്. കർത്താവിൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആരുടെ കുടുംബമാണ് കർത്താവ് നിലനിർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്? വിശ്വസ്തനായ പുരോഹിതൻ്റെ. കർത്താവ് തിരഞ്ഞെടുക്കുന്ന വിശ്വസ്തനായ പുരോഹിതൻ ആരുടെ സന്നിധിയിൽ നിത്യവും ശുശ്രൂഷ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ സന്നിധിയിൽ. ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം എന്തിനെല്ലാം വേണ്ടി കർത്താവ് തിരഞ്ഞെടുക്കുന്ന പുരോഹിതൻ്റെ സന്നിധിയിൽ യാചിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വെള്ളിക്കാശിനും ഒരു കഷണം അപ്പത്തിനും വേണ്ടി. ഒരു കഷണം അപ്പം ലഭിക്കേണ്ടതിന് എന്നെ ഏതെങ്കിലും ഒരു പുരോഹിത വൃത്തിക്ക് ചേർക്കണമേ എന്ന് വിശ്വസ്തനായ പുരോഹിതനോട് യാചിക്കുന്നത് ആരായിരിക്കും? ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവരെല്ലാം. താങ്ക് യു.